ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റിലൂടെ കുറവായോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ട് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ കണ്ടിട്ടൊന്നുമില്ലെങ്കിലും കാണാത്ത ആൾക്കാരോട് ചെറിയൊരു സ്നേഹമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കമലാമ്മ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ നന്ദിനി വന്ന് പറയാണ്, അമ്മ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കണം, അവളെ ലക്ഷ്യം എന്താണെന്ന് അവൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മനസ്സിലായില്ല അമ്മയ്ക്ക്. എന്തായാലും അമ്മ വിഷമിക്കൊന്നും വേണ്ട, വിക്രമിന് എന്തായാലും ജാമ്യം കിട്ടും, പുഷ്പം പോലെ വിക്രം ഇറങ്ങി വരും. അപ്പോൾ കമലാമ്മ സത്യമാണോ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. അതമ്മേ സത്യമാണ്, എന്നോട് വിനയേട്ടൻ പറഞ്ഞു. ആ ശ്രീനി സാറ് നല്ലൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട്, നല്ലൊരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിനയേട്ടൻ ശ്രീനി സാറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ട. അപ്പോൾ കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കമലാമ്മ സത്യം തന്നെയാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മേ സത്യം തന്നെയാണ്, പക്ഷേ ജാമ്യത്തിലിറങ്ങി അമ്മ വരുമ്പോൾ അമ്മ വേദനയോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നും വരുത്തരുതെന്ന് പറയുമ്പോഴേക്കും ശ്രീജ അവിടേക്ക് വരികയാണ്. അപ്പോൾ ശ്രീജ വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ, അമ്മേ ഇന്ന് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോടതിയിൽ പോകണ്ടേന്ന് ചോദിക്കും. കോടതിയിലേക്കോ? എന്തിന്? വിക്രത്തിനെ ജയിലിലാക്കുന്നത് കാണാനോ എന്ന് നന്ദിനി ചോദിക്കുകയാണേ. അന്നേരം ശ്രീജ പറയാണ്, അമ്മേ ഞാൻ അന്ന് അമ്മയും വേദയും കൂടിയിട്ട് ഒരു അമ്പലത്തിൽ ഒരു നമ്പൂതിരിനെ കാണാൻ പോയിട്ടില്ലേ, ഒരു പൂജാരിനെ കാണാൻ പോയില്ലേ, ആ ആളുടെ അടുത്ത് പോയിട്ട് വരികയാണ്. ആൾ തുളസിയിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെയാവും. ഞാൻ അത് ചെയ്യിച്ചപ്പോൾ ഉറപ്പായിട്ടും വിക്രമിന് കാരാഗ്രഹവാസം ഇല്ല എന്ന് തന്നെയാണ് ആ തിരുമേനി പറഞ്ഞതെന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. എന്തായാലും നമുക്ക് കോടതിയിലേക്ക് പോകാം അമ്മേ, വിക്രമിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ അവിടെ വേണം എന്നൊക്കെ ശ്രീജ പറയുകയാണേ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ. ശ്രീകാന്ത് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായം കൊണ്ട് വരുമ്പോൾ വർഷ ചോദിക്കുകയാണ്, എന്തെന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓഫീസിൽ പോകണം, പക്ഷേ അച്ഛൻ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ അങ്ങനെ? അല്ല, ഇന്നത്തെ പ്രത്യേകത അറിയാലോ, ഇന്നത്തെ കേസ് നമ്മളെ വിക്രത്തിൻ്റെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇറങ്ങിയിട്ട് പോകാം. അച്ഛൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊന്നും അറിയാം. കുറേ ദിവസം ആയാലും അത് ശ്രമിക്കുന്നു, എന്നിട്ട് നടന്നില്ലല്ലോ എന്ന് വർഷ ചോദിക്കുകയാണേ. ശരിയാണ്, നടന്നില്ല. എന്തായാലും ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ് കോടതിയിലേക്ക്. അപ്പോൾ വർഷ പറയും, അതൊന്നും വേണ്ട, അഭിലാഷും കൂടെ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ വിക്രമിനെ ആക്സിഡൻ്റ് ആക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതല്ലേ, അഭിലാഷിനെ വെച്ചിട്ടില്ല അത് ചെയ്തത്. ഇനി ചിലപ്പോൾ നിങ്ങളെ കണ്ടാൽ ഇനി ഈ കേസും കൂടെ ഒന്ന് കൂട്ടിക്കുഴയ്ക്കാൻ അവർക്ക് തോന്നിയാലോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. എന്തായാലും നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ അങ്ങനെ വർഷ ശ്രീകാന്തിനോട് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയും, ശരിയാണല്ലേ, പോകണ്ട. എന്തായാലും സാക്ഷി പറയുന്നത് വേദയാണല്ലോ, നല്ല ഒരു സാക്ഷി തന്നെയാണ്. വേദ എന്തായാലും തീരുമാനത്തിൽ നിന്നൊന്നും മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് വിക്രം എന്തായാലും ജയിലിൽ പോകും എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ മനക്കോട്ട കെട്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഈ സമയത്ത് അവിടേക്ക് മുത്തശ്ശിയും അതുപോലെ നമ്മുടെ പത്മവും വരുന്നുണ്ടേ. എന്താ ഇവിടെ ഒരു സംസാരം എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഒന്നുമില്ല, ഞങ്ങളെന്തായാലും കോടതിയിലേക്ക് പോകാൻ പോവുകയാണ്, നീ പോരുന്നുണ്ടോ എന്ന് ശ്രീകാന്തിനോട് മുത്തശ്ശി ചോദിക്കുകയാണേ. അപ്പോൾ വർഷ വേഗം തന്നെ പറയും, ശ്രീയേട്ടൻ വരുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും അവിടേക്ക് ശങ്കരനാരായണൻ വരികയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കാണോ എന്ന് ചോദിക്കേണ്ട. അല്ല, ഞാനും പത്മവും കൂടെ അങ്ങോട്ട് വന്നോലോ എന്ന് ആലോചിക്കുകയാണ്. ഒരൊറ്റ എണ്ണത്തിനെ അവിടെ കണ്ടുപോകരുത്, എന്നിട്ട് വേണം ഓൺലൈനിൽ ഓരോരോ കാര്യങ്ങൾ എഴുതി വിടുന്ന ആൾക്കാർ ജഡ്ജിനെ കുടുംബത്തിനെ ഏറി കയറ്റാനായിട്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പോലെ ഒരു ടെൻഷൻ എനിക്ക് വേറെ ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ തരണം ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടിപ്പോൾ നിങ്ങളും കൂടെ കോടതിയിലേക്ക് വരാനാണോ? ഒരെണ്ണത്തിനെ അങ്ങോട്ട് കണ്ടേക്കരുത് എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അവിടുന്ന് പോകും. ഇതേസമയം ശ്രീനിസാറും ജോസഫ്, പുളിക്കൻ, അതുപോലെ തന്നെ സജീവനും എല്ലാവരും കോടതിയുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കണം, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ശ്രീനിസാർ പറയുന്ന രാമൻ മേനോനാണ് വക്കീൽ, എന്തായാലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അയാൾ കണ്ടുപിടിച്ചോളും വേദന മൊഴിയിൽ നിന്ന്, അങ്ങനെ രക്ഷിക്കും എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ MLA അവിടേക്ക് വരുന്നത്. എന്നിട്ട് MLA വന്നിട്ട് ഇങ്ങനെ വിക്രമിനെ ജാമ്യത്തിൽ ഇറക്കുന്ന ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയായിരിക്കും, അതിന് വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്ന് പറയാം. അതെ, അതിന് വേണ്ടി തന്നെയാണ് വന്നത് എന്ന് ശ്രീനിസാർ പറയും. ഇറങ്ങട്ടെ, അവൻ എന്തായാലും ഇറങ്ങണം, അവനെ ജാമ്യത്തിൽ ഇറക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു സാക്ഷികളും ഇല്ലയെന്ന് ഹൈക്കോടതി പറയിപ്പിച്ചത്. പക്ഷേ അവൻ്റെ ഭാര്യ ഇടയിൽ കയറി വന്നതാണ് ഇപ്പോൾ ആകെ പ്രശ്നമായത്. എന്തായാലും അവന് ജാമ്യം കിട്ടും, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീനിസാർ പറഞ്ഞ അവനൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ സബ് ജയിലിൽ പോയി കണ്ടപ്പോഴേ അവനോട് ചോദിച്ചതേ നിൻ്റെ മോനെ എന്താ കൊല്ലാതിരുന്നതെന്നാണ്. കാരണം അവൻ അത് അർഹിക്കുന്നുണ്ട്, അത്രയും തരം താഴ്ന്ന രീതിയിലല്ലേ അവൻ്റെ ഓരോരോ പ്രവർത്തികൾ. നീയും അങ്ങനെ തന്നെയാണ്. എന്തായാലും അവന് കിട്ടാനുള്ളത് കിട്ടും, ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യമൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം എന്നൊക്കെ ശ്രീനിസാർ നമ്മളെ MLA പറയാൻ കേട്ടോ. ശരി, നോക്കാം, ജാമ്യത്തിൽ
കാപട്യത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും കോടതിയിലേക്ക് അവൻ പോകുന്ന വഴിയുണ്ടല്ലോ, അവനെ ഞാൻ തീർക്കാനേ അതൊക്കെ മതി, അങ്ങനെ അത്രയും സമയം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് രാജേട്ടൻ വരികയാണ് കേട്ടോ. രാജേട്ടനാണെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് വയ്യാണ്ട് ഇങ്ങനെ ഞൊണ്ടിയാണ് വരുന്നത്. രാജ അസുഖമൊക്കെ മാറിയോ ചോദിക്കും. മാറിയിട്ടൊന്നുമില്ല, എന്നാലും വിക്രമിൻ്റെ കാര്യം കേട്ടപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ അവരിങ്ങനെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാണ്. ഈ സമയത്താണ് നമ്മുടെ വേദ വരുന്നത്. ശ്രീനി സാറ് കാണും. ശ്രീനി സാർ അങ്ങനെ കോടതിയിലേക്ക് കയറി പോകാൻ പോകുമായിരുന്നു. പക്ഷേ വേദനെ കാണുമ്പോൾ വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും കൂടെ വേദയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വേദനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോള് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, മൊഴി പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. മൊഴി പറഞ്ഞു, പക്ഷേ വിക്രമിനെ എതിരെയായിട്ട് മൊഴി പറയരുത് എന്ന് പറയാൻ കേട്ടോ. വിക്രമിനെതിരെയായിട്ടോ അങ്ങനെയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശ്രീനി സാർ പറയും, വേദേ നീ ഈ തീരുമാനത്തിൽ നിന്ന് മാറണം. അപ്പോൾ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മോളെ ഇനി ഒരു പ്രശ്നത്തിൽ അവൻ ചെന്ന് പെടാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, രാജേട്ടൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ വിക്രമിനോട് ഗുണ്ടാപ്പണി നിർത്താൻ, എന്നിട്ട് വിക്രം അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജേട്ടനൊന്നും ഇടുന്നില്ല. ശ്രീനി സാറിനോട് ചോദിക്കുന്നുണ്ട്. ശ്രീനി സാറ് കാണപ്പെട്ട ദൈവമാണ് വിക്രത്തിന്. കുറേ നാൾ ജയിലിൽ കിടന്നതല്ലേ, അന്ന് രക്ഷകനായി നിങ്ങൾ വന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? നിങ്ങൾ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾക്ക് വിക്രമിനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചത്. നിങ്ങളും അതിൽ കുറ്റക്കാരൻ തന്നെയാണ് എന്ന് ശ്രീനി സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണേ. എന്തായാലും നിങ്ങൾ കാണപ്പെട്ട ദൈവമായതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതിരിക്കാനായിട്ട് വിക്രത്തിനും കഴിയില്ല. അങ്ങനെയാണ് വിക്രം ഈ രീതിയിലേക്ക് പറഞ്ഞത്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കെട്ട് വിടാനായിട്ട്? ഞാൻ, അമ്മ, അച്ഛൻ, അങ്ങനെ എല്ലാവരും മാറി പറഞ്ഞിട്ടും വിക്രം നിങ്ങളുടെ അടുത്ത് നിന്നും മാറിയില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീനി സാർ പറയും, മോളെ ഉറപ്പായിട്ടും ഈ തവണ ഞാൻ അവനെ മാറ്റി നിർത്തിക്കോളാം, ഞങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ അവനെ മാറ്റി നിർത്തിക്കോളാം. അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വാസവൻ്റെ ആൾക്കാർ അയാളെ വിക്രമിനെ വെറുതെ വിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, അവനൊന്നും പറ്റാതെ എങ്ങനെ നോക്കും? അർദ്ധരാത്രിയിൽ ഇരുട്ടിൻ്റെ മറയിൽ വെച്ചിട്ട് വിക്രമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവരുടെ അടുത്തേക്ക് നേരിട്ട് ശ്രീനി സാറ് ചെല്ലുമോ വിക്രമിനെ രക്ഷിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ശ്രീനി സാറിന് മറുപടി ഒന്നുമില്ല. എന്തായാലും കുറേ നാൾ ജയിലിൽ കിടന്നല്ലേ, ഇനി കുറച്ചും കൂടെ നാൾ ജയിലിൽ കിടക്കട്ടെ, വിക്രമിൻ്റെ ജീവന് അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുകയാണേ. വിക്രമിന് വേണ്ടിയിട്ട് വേദ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ സജീവൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും വേദ മൊഴി മാറ്റൂല എന്ന് പറയുകയാണേ. പിന്നീട് വിക്രമിനെ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നടക്കാനൊക്കെ എനിക്കറിയാം, നടക്കുക തന്നെയാണല്ലോ, എന്തിനിങ്ങനെ കൈയൊക്കെ കൂട്ടി പിടിച്ചിരിക്കും, ഞാൻ ഒരിടത്തേക്ക് ഓടിപ്പോകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ എസ് ഐ പറയും, നിങ്ങൾ ഇവനെ കോടതിയിലേക്ക് കൊണ്ടുപോകും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോകുകയും അങ്ങനെ വിക്രമിൻ്റെ കൈ ചുറ്റിപ്പിടിച്ച് പോലീസുകാർ വരുമ്പോൾ എന്തിനെങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത്? അപ്പോൾ വിക്രം പറയും, ഞാൻ ഓടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് സാറേ, കൈവിട് എന്ന് ശ്രീനി സാർ പറയാൻ കേട്ടോ. അവൻ ഓടിപ്പോകുന്നില്ല, മാത്രമല്ല നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വിക്രമിനോട് എന്ന് പറയട്ടോ. അങ്ങനെ പോലീസുകാർ ഒരിത്തിരി അങ്ങോട്ട് മാറി നിൽക്കുകയാണേ. എന്നിട്ട് വിക്രമിനോട് പറയാണ്, മോനെ വിക്രമേ, വേദനോട് നിനക്ക് സംസാരിച്ചൂടെ? വേദ മൊഴി പറയാൻ വന്നിട്ടുണ്ട്, വേദനോടൊന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും പറ്റിയത് പറ്റിപ്പോയി, പക്ഷേ എന്ന് വെച്ചിട്ട് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കാനൊന്നും നിനക്ക് കഴിയില്ല എന്ന് പറയാണ്. കുറേ നാൾ കിടന്നതല്ലേ, ഇനി കുറച്ച് നാളും കൂടെ കിടക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഇതാണ് ഇവൻ്റെ തരം, ഇവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സാറിന് അറിയില്ലേ, സാറ് കണ്ടില്ലല്ലോ ആ പെൺകുട്ടിയുടെ മുഖം, ഒറ്റ തവണയും ഞാൻ നോക്കിയുള്ളൂ, ഇപ്പോഴും അത് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോകുന്നില്ല എനിക്ക്. അവനെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം, കൊല്ലാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്, അവൻ ചത്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ വിക്രം പറയാണ് കേട്ടോ. എന്തായാലും ഞാൻ ജയിലിൽ കിടക്കാൻ അങ്ങനെയാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രം പോകുകയാണ്. ഇതേ സമയം ബാലൻ സാർ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിനെ കാണുമ്പോഴേക്കും അങ്ങനെ വേഗം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നത്, സാറ് എന്തെങ്ങനെ വന്നതെന്ന് ചോദിക്കണം കേട്ടോ. മോനെ വിക്രം, നിന്നെ ഈ രീതിയിൽ കാണേണ്ടി വന്നല്ലോ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെയൊക്കെ. സാറേ, ഒരു കാര്യത്തിലും അവളുടെ പേരോട് വലിച്ച് ഇഴക്കരുത്, പേരറിയാത്തൊരു അതിജീവിതയായിട്ട് അവൾ ഈ നാട്ടുകാരറിയപ്പെടരുത്, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും എനിക്കൊരു ആൺകുട്ടിയില്ലല്ലോ എന്നുള്ളൊരു വേദന എനിക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നത് മാറി എന്ന് ബാലൻ സാറ് വിക്രമിനോട് പറയുമ്പോൾ വിക്രമിനും അതൊരു സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ ബാലസാറ് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധനെയാണ് കേട്ടോ. രാധയാണെന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ വേദ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേദയുടെ അടുത്തേക്ക് രാധ പോവുകയാണ്. ഇത്തവണ രാധ വളരെ ഡീസൻ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വേദയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കാൻ മാത്രമല്ല നമ്മുടെ രാധയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പെട്ടെന്ന് തന്നെ വേദ എഴുന്നേറ്റ് പോകാൻ പോവുകയാണ്. അപ്പോൾ വേദയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് കേട്ടോ രാധ. ഇത്തവണ എന്തായാലും ഒരു അപേക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും
രാധയ്ക്ക് വിക്രമിനോടുള്ളൊരു സ്നേഹം കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും രാധ വിക്രമിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ട്. വിക്രമിന് വേണ്ടിയിട്ട് വേദനോട് യാചിക്കാൻ വേണ്ടിയിട്ടാണ് വേദന കൈ പിടിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പ്രമോ അപ്പം തന്നെ വീഡിയോ ഇട്ട് അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കയറില്ല, അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ഒരു 11 മണിക്ക് ശേഷമായിട്ട് നമ്മൾ പ്രമോ ഇടാം. പ്രമോയിൽ സുധാകര മാഷ് മാത്രമേ വേദന മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് കേട്ടോ വേദ പറയുന്നത്. മാഷോട് വേദ തുറന്ന് പറയുന്നുണ്ട് സുധാകര മാഷ മകനെ എനിക്ക് ജീവനാണെന്നുള്ളതൊക്കെ. മരണം വരെ മാഷിൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് മാഷിൻ്റെ മകൻ്റെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ വേദ പ്രമോല് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. മാഷ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാഷ് മാത്രമേ വേദന മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ദർശൻ വക്കീൽ ഇന്നത്തെ ഇതിൽ ദർശൻ വക്കീലാണ് വിക്രമിന് വേണ്ടി വാദിക്കാൻ വരുന്നത്.